ഹലോ എവരിവൺ, വെൽക്കം ടു ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് വീക്കിലി മാർക്കറ്റ് റിപ്പോർട്ട്. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2026 ഫെബ്രുവരി 2 മുതൽ 6 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബഡ്ജറ്റ് 2026 പ്രഖ്യാപനവും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറും ഒരേ സമയം സ്വാധീനം ചെലുത്തിയ ഒരു അതീവ ചാഞ്ചാട്ടം നിറഞ്ഞ ആഴ്ചയിലൂടെയാണ് ഇന്ത്യൻ ഓഹരി വിപണി കടന്നുപോയിട്ടുള്ളത്. ഡെറിവേറ്റീവ് ഇടപാടുകളിലെ STT വർധനയും ചില നികുതി മാറ്റങ്ങളും തുടക്കത്തിൽ നിക്ഷേപകരെ ആശങ്കയിലാക്കിയെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൽകിയ വലിയ ഊന്നലും ദീർഘകാല വളർച്ചയെ പിന്തുണയ്ക്കുന്ന സർക്കാർ നയങ്ങളും വിപണിയെ ശക്തമായി പിന്തുണച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലമായി ആഴ്ചയുടെ അവസാനം വിപണി നല്ല നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സെൻസസ് 1310 പോയിന്റ് ഉയർന്ന് 83,580 നിഫ്റ്റി 373 പോയിന്റ് നേട്ടത്തോടെ 25,693 എത്തി. എന്നാൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിൽ ചെറിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടായി. തിരിച്ചുവരവും യൂണിയൻ ബഡ്ജറ്റും 2026 അവതരിപ്പിച്ച ഞായറാഴ്ച പ്രത്യേക ട്രേഡിംഗ് സെക്ഷനിൽ വിപണി കനത്ത ഇടിവ് നേരിട്ടിട്ടുണ്ട്. ഡെറിവേറ്റീവ് ട്രേഡിംഗിലെ STT വർധനയും നികുതി സമ്മർദ്ദമായ അനിശ്ചിതത്വങ്ങളും മൂലം സെൻസസ് 1546 പോയിന്റ് ഇടിഞ്ഞ് 80,722 നിഫ്റ്റി 24,825 എത്തി. എന്നാൽ തിങ്കളാഴ്ച മുതൽ തന്നെ വിപണി ശക്തമായി തിരിച്ചു വന്നു. ബഡ്ജറ്റിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർധന, ഫിസിക്കൽ കൺസോളിഡേഷൻ, വിദേശ നിക്ഷേപ സൗഹൃദ നയങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഉയർത്തി. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപ്രധാനമായ വ്യാപാര കരാർ വിപണിക്ക് വലിയ പോസിറ്റീവ് സിഗ്നലാണ് നൽകിയിട്ടുള്ളത്. അമേരിക്ക ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്കുള്ള താരിഫ് 25% നിന്ന് 18% കുറച്ചതും റഷ്യൻ എണ്ണ വാങ്ങലിനെ ചൊല്ലിയുള്ള ഏർപ്പെടുത്തിയ അധിക പിഴ ഒഴിവാക്കിയതും കയറ്റുമതി മേഖലയ്ക്ക് വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട്. ഇതോടെ ടെക്സ്റ്റൈൽസ്, അപ്പാരൽ, സീ ഫുഡ് തുടങ്ങിയ എക്സ്പോർട്ട് ഓറിയന്റഡ് മേഖലകളിൽ മികച്ച പ്രതീക്ഷകൾ ഉയരുന്നുണ്ട്. 2030 $500 ബില്യൺ വ്യാപാരം എന്ന ലക്ഷ്യവും വിപണിയുടെ ദീർഘകാല കാഴ്ചപ്പാടുകൾക്ക് കൂടുതൽ ശക്തിയായി മാറിയിട്ടുണ്ട്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ശക്തമായ നേട്ടത്തിന് ശേഷം വ്യാഴാഴ്ച വിപണിയിൽ ലാഭമെടുക്കൽ നടന്നു. ഉയർന്ന മൂല്യനിർണ്ണയങ്ങളിൽ നിക്ഷേപകർ ചില ഓഹരികളിൽ നിന്ന് പിന്മാറിയതോടെ സെൻസസ് 503 പോയിന്റ് ഇടിവ് രേഖപ്പെടുത്തി. എങ്കിലും വിപണിയിലെ അടിസ്ഥാന ശക്തി നിലനിൽക്കുന്നതിനാൽ വലിയ തകർച്ചയൊന്നും വിപണിയിൽ ഉണ്ടായില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് 5.25 ആയി തുടരാൻ തീരുമാനിച്ചതും വിപണിക്ക് വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട്. പണപ്പെരുപ്പം നിയന്ത്രണ പരിധിക്കുള്ളിലാണെന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഈ ഒരു വർഷം ഏകദേശം 7.4% വളർച്ച കൈവരിക്കുമെന്നും RBIയുടെ വിലയിരുത്തൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തിലേക്ക് മാറ്റി. നിർമ്മാണ മേഖലയിലും സേവന മേഖലയിലും വളർച്ച തുടരുന്നതായി PMI ഡേറ്റകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ആഭ്യന്തര ഡിമാൻഡും സ്വകാര്യ നിക്ഷേപ സാധ്യതകളും ശക്തമാണെന്നുള്ളതിന്റെ തെളിവാണ്. ആഗോളതലത്തിൽ യൂറോപ്യൻ മേഖലയിൽ പണപ്പെരുപ്പത്തിന് 2% താഴെ എത്തിയതും ജർമ്മനിയിൽ റീറ്റെയിൽ വിൽപ്പന ഉയർന്നതും വിപണിക്ക് കൂടുതൽ പിന്തുണയായി മാറിയിട്ടുണ്ട്. ചൈനയിലെ നിർമ്മാണ മേഖലയിൽ ചെറിയ മെച്ചപ്പെടലും കാണപ്പെടുന്നുണ്ട്. എന്നാൽ അമേരിക്കയിൽ സ്വകാര്യ മേഖലയിൽ തൊഴിൽ സൃഷ്ടി കുറച്ച് സ്ലോനെസ് ആണെന്ന് സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഈ ആഗോള ഘടകങ്ങൾ ഇന്ത്യൻ വിപണിയിലും സ്വാധീനം ചെലുത്തിയെങ്കിലും ആഭ്യന്തര ഘടകങ്ങൾ കൂടുതലായി മാർക്കറ്റിനെ നയിച്ചു. മൊത്തത്തിൽ നോക്കുമ്പോൾ ബഡ്ജറ്റ് 2026ഉം ഇന്ത്യ US വ്യാപാര കരാറും ഇന്ത്യൻ വിപണിക്ക് ദീർഘകാലത്തിൽ ഒരു ശക്തമായ അടിത്തറയാണ് ഒരുക്കുന്നത്. ഈ ഒരു ഷോർട്ട് ടൈമിൽ ചില ലാഭമെടുക്കൽ ഉണ്ടായെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ, നിക്ഷേപം, ഫിസിക്കൽ കൺട്രോൾ, അതുപോലെ തന്നെ ആഗോള വ്യാപാര ബന്ധങ്ങൾ എന്നിവ വിപണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ഘടകങ്ങളായി മാറിയിരിക്കുകയാണ്. അതിനാൽ തന്നെ നിക്ഷേപകർ ഭയപ്പെടാതെ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള സ്റ്റോക്സിൽ ഒരു ലോങ് ടേം പീരീഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.